വൈവിധ്യവൽക്കരണ പദ്ധതികളിലൂടെ ആറളം ഫാമിനെ കരകയറ്റാൻ നടപടികൾ ഊർജിതമാക്കി ഫാം മാനേജ്മെന്റ്. കാട്ടാനകളുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ച് ആറളം കാർഷിക ഫാമിനെ കരകയറ്റി നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ഫാം ഭൂമിയെ കാട്ടാനകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് സ്ഥാപിച്ച വൈദ്യുതി തൂക്കുവേലി ഫലം കണ്ടതോടെ ആദ്യഘട്ടത്തിൽ 100 ഏക്കറിലാണ് വൈവിധ്യ വിളകളുടെ വിത്തെറിഞ്ഞത്. നെല്ല്, ചേന, കാച്ചിൽ, ചേമ്പ്, കൂർക്ക, ചെറുകിഴങ്ങ്, മരച്ചീനി, മഞ്ഞൾ, ഇഞ്ചി, കൂവ, വൻപയർ, ചെണ്ടുമല്ലി, കുരുമുളക്, വിവിധയിനം തെങ്ങ് തൈകൾ, കമുക് തുടങ്ങിയ കൃഷികളാണ് ഫാമിന്റെ 100 ഏക്കറിൽ കൃഷിയിറക്കിയത്. കല്ലടിയാരൻ ആതിര ഇനത്തിലെ വിത്തുകളാണ് 3 ഏക്കറിൽ പച്ചവിരിക്കുന്നത്. 2000 ചുവട് മരച്ചീനിയും 5135 ചുവട് ചേനയും 7000 ചുവട് ചേമ്പും ആറളം ഭൂമിയെ ഹരിതാഭമാക്കി. ആറള ഫാം മേഖലയിൽ പുനരധിവസിക്കപ്പെട്ട പട്ടികവർഗക്കാരുടെ ജീവനോപാധിയെ മെച്ചപ്പെടുത്താമെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതികൾ. കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഫാമിന്റെ ഭാവി ഭദ്രമാക്കുന്നതിനും സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിനും വേണ്ട സുസ്ഥിര വികസന പദ്ധതികളും നടപ്പാക്കുന്നുണ്ട്. ഹ്രസ്വകാല വിളകളെ പ്രോത്സാഹിപ്പിച്ച് വരുമാനദായകമാക്കുന്നതിനും വേണ്ടി പദ്ധതികളുണ്ട്. വന്യമൃഗങ്ങളുടെ ശല്യത്താലും കാലപ്പഴക്കത്താലും നശിച്ചുപോയ വിളകളെ പുനർക്രമീകരിക്കുവാനും അതോടൊപ്പം ഹ്രസ്വകാല വിളകളെ പ്രോത്സാഹിപ്പിച്ച് വരുമാനദായകമാക്കുന്നതിനും വേണ്ടി പദ്ധതികളെ ക്രമപ്പെടുത്തി നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഫാമിന്റെ അടിസ്ഥാന പ്രശ്നമായ ആനകളെ തുരത്തി പ്രതിരോധിക്കുന്നതിനുള്ള വൈദ്യുതി വേലികൾ നിർമ്മിക്കുന്നതിനും വകുപ്പ് ധനസഹായം അനുവദിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി വനം വകുപ്പിന്റെ സഹായത്തോടെ ആനകളെ തുരത്തുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയും ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതോടെയാണ് ആദ്യഘട്ടമായി 100 ഏക്കറിൽ വിത്തെറിഞ്ഞത്. ആറളം ഫാമിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ഊർജിതമായി മുന്നോട്ടെന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ നിതീഷ് കുമാർ പറഞ്ഞു. കാട്ടാനകളുടെ പിടിയിലായിരുന്ന ഫാം കഴിഞ്ഞ 10 വർഷമായി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഏതു വിധേനയും ആറളം ഫാമിനെ വിളനിലമാക്കാൻ സർക്കാർ സഹായത്തോടെ പദ്ധതികൾ നടപ്പാക്കി വരുന്നതായും ആദ്യഘട്ടമായി 100 ഏക്കറിൽ വിജയകരമായി കൃഷി ഇറക്കിയതായും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ, 4 ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ PR നേടാം, സ്ഥിരതാമസമാക്കാം. ഏത് ഒക്കുപേഷനുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ, സയൻസ് ആൻഡ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ട്രേഡ്സ്, ട്രാൻസ്പോർട്ട്, അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ 5 കാറ്റഗറികളിലുള്ള 82 ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ലൈസൻസ്ഡ് കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ. ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇംലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.